വേടനെ പോലുള്ള ഒരാൾ പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ സ്പീഡി ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കൊണ്ട് കൂടിയാണെന്നുള്ളത് വളരെ പ്രകടമാണ്. ശരിക്കും വേടന്റെ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടം അതിജീവിതന്മാരും ഇവിടെ വിഷമിക്കുന്നില്ലേ? അപ്പോൾ പോലീസിനടുത്ത് ഒരു സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ എത്ര രീതിയിലാണ് അവരെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം സൈബർ ഇടത്ത് അത്രയധികം ആ സ്ത്രീ അപമാനിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നീതിപീഠത്തിന് മുന്നേ ഒരു സ്ത്രീ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്താണ് നീതി ഉള്ളതെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടക്കേണ്ടത്. ഒരു വ്യക്തി താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ലൈംഗിക ബന്ധത്തിന് അനുവാദമില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം എന്ന് പറയുന്നത്. വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കേസുകൾക്ക് മുഖം നോക്കാതെ നടപടി എടുക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ വേടനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും നമ്മുടെ ഈ ഒരു പാർട്ടി തന്നെയല്ലേ? ദിനു ചേട്ടനെ ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വേടനെ പറ്റി തന്നെ ചോദിക്കട്ടെ. ഈ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് വേടന്റെ രാഷ്ട്രീയത്തെക്കാട്ടി കൂടുതൽ വേടന്റെ പാർട്ടി കേൾക്കാൻ തന്നെ ആയിരിക്കും വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരു രീതി കൂടെയാണ് ഉള്ളത്. ശരിക്കും വേടന്റെ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടം അതിജീവിതന്മാരും ഇവിടെ വിഷമിക്കുന്നില്ലേ? അല്ലെങ്കിൽ വേടൻ പറയുന്ന രാഷ്ട്രീയം തൻ്റെ ജീവിതത്തിലേക്ക് അയാൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊരു സംശയമില്ല, ഒരു ചോദ്യമില്ല അവിടെ? വേടൻ എന്ന് പറയുന്ന കലാകാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക് എന്ന് പറയുന്നത് തീർച്ചയായും ഇവിടെ നിലനിൽക്കുന്ന ജാതീയത അടക്കമുള്ള സ്ട്രക്ചേഴ്സിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10-50 വർഷത്തെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ ഇത്ര പവർഫുള്ളായി ആളുകൾക്കകത്തേക്ക് എത്താൻ സാധിച്ച, പ്രത്യേകിച്ച് പുതുതലമുറയൊക്കെ റെസണേറ്റ് ചെയ്യാൻ സാധിച്ച മറ്റൊരാളുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ കല അത്തരം മഹത്തരമായി നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്കകത്ത് കൃത്യമായി നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഇവിടെ സർവൈവേഴ്സ് ആയിക്കൊണ്ട് 2 പേർ ആദ്യം തന്നെ മീറ്റു പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരാൾ പരാതിയുമായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ പരാതിയുമായി മുന്നോട്ടേക്ക് ആദ്യം മീറ്റു പറഞ്ഞ ആളുകളോട് നിരന്തരം ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനടുത്ത് പോകുന്നില്ല എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പോലീസിനടുത്ത് ഒരു സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ എത്ര രീതിയിലാണ് അവരെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം സൈബർ ഇടത്ത് അത്രയധികം ആ സ്ത്രീ അപമാനിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ പരാതിയിലെ കണ്ടന്റുകൾ വളരെ കൃത്യമായി ചില ഭാഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ തന്നെ ലീക്കാവുന്നു. അതിനുശേഷം വളരെ മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു വ്യക്തിയായാലും, അത് എത്ര മഹത്വരമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിനകത്ത്, സഹജീവികളോടുള്ള പെരുമാറ്റത്തിനകത്തൊക്കെ തന്നെ പാലിക്കേണ്ട ജനാധിപത്യപരമായ മര്യാദകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഈ വിഷയത്തിനകത്ത് അതിജീവിതകളായിട്ടുള്ള സർവൈവർ ആയിട്ടുള്ള വ്യക്തികൾക്കൊപ്പം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇത്തരം കേസുകൾ മുന്നോട്ട് വരുമ്പോഴാണെങ്കിലും വേടൻ ആ രാഷ്ട്രീയം പറയുന്നത് കൊണ്ടാണ് ഇയാൾ ഈ ക്രൂശിക്കപ്പെടുന്നത് എന്നൊരു കാര്യം കൂടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറന്ന് വരുന്നില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഫേക്കാണ്, അല്ലെങ്കിൽ വേടൻ ഇത്രത്തോളം രാഷ്ട്രീയം പറയുന്നത് മറ്റു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ദളിത് ആ ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്ന ആൾക്കാർ ഇദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി പടച്ചുവിടുന്നതാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഫേക്കാണ് എന്ന രീതിയിലൂടെ പറയുന്നില്ലേ? ഇപ്പം പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് വേടനെതിരെ ഉണ്ടായിട്ടുള്ള കേസിനകത്ത് വളരെ കൃത്യമായി നമുക്ക് അതിനകത്ത് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഫെയിലറുകൾ നമുക്ക് കാണാം. വേടനെ പോലുള്ള ഒരാൾ പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ സ്പീഡി ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കൊണ്ട് കൂടിയാണെന്നുള്ളത് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ശ്രീലങ്കൻ അമ്മയെ കൂടെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് വനംവകുപ്പ് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു വിഷയത്തിനകത്ത് ചിലപ്പോൾ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് നടപടികൾ ഉണ്ടാവുന്നത് തീർച്ചയായും അപ്പുറത്തൊരു വ്യക്തി മാർജിനലൈസ് സമൂഹത്തിലെ ഒരു വ്യക്തിയാകുമ്പോൾ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എതിരെ വ്യാജ കേസുകൾ വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള കേസുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം അറിയുന്ന 2 പേർ, ആദ്യത്തെ മീറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 പേർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ വളരെ കൃത്യമായി കൊണ്ട് മാർജിനലൈസ്ഡ് രാഷ്ട്രീയത്തിന്, ദളിത് രാഷ്ട്രീയത്തിനും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനും ക്യൂർ രാഷ്ട്രീയത്തിനും ഒക്കെ ഒപ്പം നിന്ന് നിരന്തരം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതിലൊരാൾ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ കൂടിയാണ്. അവർ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് വേടൻ ഈ വിഷയത്തിനകത്ത് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. പൊതുമാപ്പ് ഒരു പ്രാവശ്യം പറഞ്ഞ് ഡിലീറ്റ് ചെയ്തതല്ല, വ്യക്തിപരമായി അവരോട് മാപ്പ് പറയണം. വേടൻ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത്
വേടന്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനകത്ത് മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പോകണം. അങ്ങനെ വളരെ റിഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസിലാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. വേടൻ എന്ന വ്യക്തിയെ സോഷ്യലി ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊരു അഭിപ്രായം ഒരു കാലഘട്ടത്തിലും ആ രണ്ട് സ്ത്രീകൾക്കില്ലായിരുന്നു. വേടൻ തെറ്റുകൾ തിരിച്ചു വരണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള സ്ത്രീയുടെ മാറ്ററിലും ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളത് ആ വ്യക്തിക്ക് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള കാര്യം. ഇവിടെ കൺസെന്റ് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് കൃത്യമായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ലൈംഗിക ബന്ധത്തിന് അനുവാദമില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പലതവണ അവർ ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്തൊക്കെ തന്നെ വേടന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ലൈംഗിക ബന്ധം നടത്താനുള്ള നിർബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഒന്നാമതായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമതായിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തിയെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തുടർച്ചയായി ലൈംഗിക ബന്ധം നടത്തുകയും അവർക്കൊരു ക്ലോഷർ പോലും നൽകാതെ, എന്തുകൊണ്ടാണ് താൻ ഉപേക്ഷിക്കുന്നത് എന്നുള്ള ക്ലോഷർ കൃത്യമായി നൽകാതെ വളരെ പെട്ടെന്ന് അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കാരണം അവർ ആ സമയത്ത് വളരെ കൃത്യമായി ഡിപ്രഷനിൽ പോവുകയും ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഇതിൽ നിന്ന് വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺസെൻറ്റ് ആണ് എന്നും അവർ പല സമയങ്ങളിൽ സമ്മതം കൊടുത്തിട്ടില്ല, കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നിയമപരമായി തെറ്റായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാനിത് ചോദിക്കാൻ വന്നതായിരുന്നു. ഈ ന്യൂസിനകത്തിൽ തന്നെ പുള്ളി വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണോ ഇങ്ങനെ നടത്തിയത് എന്നുള്ളത്. കാരണം മീറ്റു വന്നിട്ടുണ്ടെങ്കിലും ഇനി ഏത് രീതിയിലാണ് ആ ഒരു പീഡനം നടന്നത്, ബലാത്സംഗമാണോ, അപ്പോൾ ആ ഒരു രീതിയിൽ, കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഇത്രയും കേസുകൾക്ക് പോലീസ് ആണെങ്കിലും പുറത്തു വിടില്ല, അതിനൊരു പരിമിതിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനൊരു സോഷ്യലി ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ കൂടെ ആകുമ്പോൾ ആ കേസുകൾ കുറെ കൂടെ സെൻസേഷണലായി മാറുകയും അതേപോലെ ഈ അതിജീവിതമാരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽസ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു സൈബർ ബുള്ളിയിങ്ങിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ വേടന്റെ തന്നെ ഫാൻസ് ആണെങ്കിലും അതിന് മുൻകൈ എടുത്ത് നിൽക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ തന്നെ PR ആണെങ്കിലും കാരണം ഓരോ ആൾക്കാർക്കാണെങ്കിലും അവരവരുടെ ഫേസ് രക്ഷിക്കുക, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പീക്ക് ലെവലിലാണ് വേടൻ നിൽക്കുന്നത്. ഓരോ കേസുകൾ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ നെഗറ്റീവ് റീച്ച് എന്നൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിലാണെങ്കിലും വേടനൊരു റീച്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം കേസുകൾ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെ ആണെങ്കിൽ അത് നമ്മുടെ ഭാരതീയ നിയമ സംഹിത പ്രകാരം വലിയ രീതിയിലൊരു കുറ്റം തന്നെയാണ് വേടൻ നടത്തിയിട്ടുള്ളതെന്ന രീതിയിലാണ്. വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കേസുകൾക്ക് മുഖം നോക്കാതെ നടപടി എടുക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ വേടനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും നമ്മുടെ ഈ ഒരു പാർട്ടി തന്നെയല്ലേ? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേടന്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ വേടനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന്, യഥാർത്ഥത്തിൽ വേടൻ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കരുതുന്നത് വേടൻ തന്റെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിയമ സംവിധാനത്തിലൂടെ കടന്നു പോവുകയും അതിൽ തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതിനകത്ത് പരാതിക്കാരിയായിട്ടുള്ള വ്യക്തിക്ക് വേടനെ തകർക്കണം എന്നുള്ള എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. വേടനെതിരെ പരാതി കൊടുത്തു, അത് നിയമ സംവിധാനത്തിലൂടെ അവർ മുന്നോട്ടേക്ക് പോകുന്നു. വേടന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ നീതി ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമ സംവിധാനത്തിലൂടെ തന്നെ അതിൽ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിൽ എന്തെങ്കിലും ഒരു വ്യാജ പരാതി ആണെങ്കിൽ അതിൽ ഡിഫമേഷൻ അടക്കമുള്ള നടപടികൾ തുടർന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട്. അല്ലാതെ ഇത്തരം വ്യക്തികളെ സൈബർ ലിഞ്ചിങ്ങിന് ഇട്ടുകൊടുക്കുകയും അല്ലെങ്കിൽ സൈബർ ലിഞ്ചിങ് നടത്തുക എന്നുള്ള ഒരു കാര്യമല്ല വേടന്റെ ഫാൻസ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്. അവർ വളരെ കൃത്യമായിക്കൊണ്ട് നീതിപീഠത്തിന് മുന്നേ ഒരു സ്ത്രീ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്താണ് നീതി ഉള്ളതെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടക്കേണ്ടത്. അവിടെ വളരെ ഒരുപക്ഷെ പക്ഷം ചേരാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈ സ്ത്രീയെ ദ്രോഹിക്കാതിരിക്കെങ്കിലും ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ട് അവർ ചെയ്യേണ്ട ജനാധിപത്യ മര്യാദ തന്നെയാണ്. ഓക്കെ.